ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 8 കാർബണിക രസതന്ത്രത്തിൽ ഓർഗാനിക് കെമിസ്ട്രി സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ് വലയ സംയുക്തങ്ങളെ പറ്റി പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈനൊക്കെ നാമകരണം ചെയ്യുന്നത്, നെയിമിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ് വലയ സംയുക്തങ്ങളെ പറ്റി പഠിക്കാം. അപ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം, സിംഗിൾ ബോണ്ടും ദ്വയബന്ധനം, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന ധാരാളമായിട്ടുള്ള ഓപ്പൺ ചെയിനുകൾ നമ്മൾ കണ്ടു. അങ്ങനത്തെ സംയുക്തങ്ങളെ നമ്മൾ കുറേ പരിചയപ്പെട്ടു അല്ലേ. ആൽക്കൈൻ്റെ കേസിലും ആൽക്കൈൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചത് ഓപ്പൺ ചെയിൻ സംയുക്തങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ വലയ സംയുക്തങ്ങൾ ആണ് പഠിക്കുന്നത്. സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് നോക്കുന്നത്. ഇതാണ് ഇങ്ങനെയുള്ളവയാണ് വലയ സംയുക്തങ്ങൾ, സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ഏതാനും കാർബൺ സംയുക്തങ്ങളുടെ ഘടന ശ്രദ്ധിക്കൂ. എന്താണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നത്? ക്ലോസ്ഡ് സ്ട്രക്ചർ ആണ് അല്ലേ. ഒരു കാർബണിൽ തുടങ്ങി ആ കാർബണിൽ തന്നെ അവസാനിക്കുന്നു. അതുകൊണ്ടാണ് സൈക്ലിക് സ്ട്രക്ചർ, വലയ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഈ കാർബണാറ്റം നോക്കുവാണെങ്കിൽ ഈ കാർബണാറ്റത്തിൽ തുടങ്ങി വേറെ കാർബണാറ്റങ്ങളുമായി അറ്റാച്ച് ചെയ്ത് ആ കാർബണാറ്റത്തിൽ തന്നെയാണ് വന്ന് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ സൈക്ലിക് കോമ്പൗണ്ട്സ്, വലയ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. കാർബൺ ആറ്റംസ് ഹാവ് ദി എബിലിറ്റി ടു കമ്പൈൻ വിത്ത് വൺ അനദർ ടു ഫോം സൈക്ലിക് കോമ്പൗണ്ട്സ്. കാർബൺ ആറ്റങ്ങൾക്ക് വേറെ കാർബൺ ആറ്റങ്ങളുമായി ജോയിൻ ചെയ്ത് വലയ സംയുക്തങ്ങളാവാൻ ഉള്ള എബിലിറ്റി, കഴിവുണ്ട്. അപ്പോൾ കാർബൺ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് വലയ രൂപത്തിലുള്ള സംയുക്തങ്ങളാകാനുള്ള കഴിവ് കാർബൺ ആറ്റങ്ങൾക്കുണ്ട്. അപ്പോൾ കാർബൺ തന്നെ സംയോജിച്ച് വലയ രൂപത്തിൽ സൈക്ലിക് കോമ്പൗണ്ട്സ് ആകാനുള്ള കഴിവ്, എബിലിറ്റി കാർബൺ ആറ്റങ്ങൾക്കുണ്ട്. സൈക്ലിക് ഹൈഡ്രോകാർബൺസ് കോമ്പൗണ്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 ഗ്രൂപ്പ്. അപ്പോൾ വലയ ഹൈഡ്രോകാർബൺ സംയുക്തങ്ങളെ അലിസൈക്ലിക് സംയുക്തങ്ങളെന്നും ആരോമാറ്റിക് സംയുക്തങ്ങളെന്നും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോൾ സൈക്ലിക് ഹൈഡ്രോകാർബൺ കോമ്പൗണ്ട്സിനെ അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന അലിസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അലിസൈക്ലിക് കോമ്പൗണ്ട്സ് അലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് ആർ സൈക്ലിക് ഹൈഡ്രോകാർബൺസ് സിമിലർ ടു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ലൈക്ക് ആൽക്കെയിൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. ആൽക്കൈൻ എന്നീ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണുകളോട് സമാനമായ വലയ ഹൈഡ്രോകാർബണുകളാണ് അലിസൈക്ലിക് സംയുക്തങ്ങൾ, അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കൈൻ, ആൽക്കൈൻ ഇവരുടെ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്, എഴുതിയതാണ്. അപ്പോൾ അവയെ സൈക്ലിക് ഫോമിൽ എഴുതുന്നത്, വലയമായിട്ട് എഴുതുന്ന ഹൈഡ്രോകാർബൺ രീതിയാണ് അലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. താഴെ കുറച്ച് സ്ട്രക്ചറും അവരുടെ IUPAC നെയിംസും തന്നിട്ടുണ്ട്. നമ്മൾ അവരുടെ മോളിക്കുലർ ഫോമിൽ തന്മാത്ര സൂത്രം എഴുതണം, നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ അലിസൈക്ലിക് കോമ്പൗണ്ട്സ്, അലിസൈക്ലിക് സംയുക്തങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്, ഘടനകളാണ്, സ്ട്രക്ചേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ആദ്യത്തെ 3 കാർബൺ വരുന്നത് സൈക്ലോപ്രോപ്പൈൻ. ഇവിടെ പേര് അലിസൈക്ലിക് കോമ്പൗണ്ട്സിന്, അലിസൈക്ലിക് സംയുക്തങ്ങൾക്ക് പേരിടുന്നതെന്ന് വെച്ചാൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കി നമ്മൾ ആൽക്കൈനും ആൽക്കൈനും എങ്ങനെയാണോ പേരിടുന്നത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ സൈക്ലിക് ഫോം ആയതുകൊണ്ട് സൈക്ലോ എന്നും കൂടെ ചേർക്കും. അപ്പോൾ ഇവിടെ 3 കാർബണാറ്റാണ്. ഇത് ആൽക്കൈൻ അല്ലേ, മൊത്തം സിംഗിൾ ബോൺസ് ആണ്. അപ്പോൾ സൈക്ലോപ്രോപ്പൈൻ, അതിൻ്റെ മോളിക്കുലർ ഫോർമുല C3H6 നമ്മൾ പണ്ട് എഴുതിയതാണ്. അതുപോലെ തന്നെ മോളിക്കുലർ തന്മാത്ര സൂത്രം സെയിം ആണ് ഇവിടെ എഴുതുന്നത്. ഇത് സൈക്ലോ ബ്യൂട്ടൈൻ എന്നാണ് വരുന്നത്. 4 കാർബൺ ആറ്റം സിംഗിൾ ബോൺസ് ആണ് എല്ലാം. അപ്പോൾ എന്താണ്, ബ്യൂട്ടൈൻ എന്നാണ് വരുന്നത്. സൈക്ലിക് ഫോം ആയതുകൊണ്ട് വലയമായിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് സൈക്ലോ എന്നാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ചേർക്കേണ്ടത്. സൈക്ലോ ബ്യൂട്ടൈൻ എന്ന് വരും. ഇതിൻ്റെ മോളിക്കുലർ ഫോമുല തന്മാത്ര സൂത്രം എങ്ങനെ വരും? C4 ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 H8. C4H8 എന്ന് വരും സൈക്ലോ ബ്യൂട്ടൈൻ്റെ മോളിക്കുലർ ഫോമുല തന്മാത്ര സൂത്രം. ഇനി അടുത്തത് നോക്കാം. സൈക്ലോ ബ്യൂട്ടീൻ എന്നാണ് അടുത്തത് വരുന്നത്. ബ്യൂട്ടീൻ 4 കാർബൺ ആണ്, പക്ഷെ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഇവിടെ എന്തുണ്ട്? ദ്വയബന്ധനമുണ്ട് അല്ലേ, ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് പേരിൽ എന്ത് വരും? എന്നും കൂടെ വരും. അപ്പോൾ ബ്യൂട്ടീൻ എന്ന് വരും. വലയ സംയുക്തമായതുകൊണ്ട് സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് സൈക്ലോ ബ്യൂട്ടീൻ എന്ന് വരും. ഇതിൻ്റെ മോളിക്കുലർ ഫോമുല തന്മാത്ര സൂത്രം എങ്ങനെ വരും? C4 കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം C4 ആണ്. ഹൈഡ്രജൻ്റെ എണ്ണം 1 2 3 4 5 6 H6 എന്ന് വരും. C4H6 ആണ് സൈക്ലോ ബ്യൂട്ടീൻ്റെ മോളിക്കുലർ ഫോമുല തന്മാത്ര സൂത്രം. സൈക്ലോ ബ്യൂട്ടൈൻ്റെ C4H8 ആണ്. C4
H8 ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇത് 5 കാർബൺ ഉണ്ട്, 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ദ്വയബന്ധനം ഉണ്ടായതുകൊണ്ട് ഇത് എന്താണ്? പെൻറ്റീൻ. 5 കാർബൺ വരുമ്പോൾ പെൻറ്റാണ്, അപ്പോൾ പെൻറ്റീന്ന് വരും. വലയ സംയുക്തം ആയതുകൊണ്ട് ഫ്രണ്ടിൽ സൈക്ലോ എന്ന് ചേർക്കണം, അപ്പോൾ സൈക്ലോപെൻറ്റീൻ. ഇവിടുത്തെ മോളിക്കുലാർ ഫോമുല തന്മാത്ര സൂത്രം C5. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 5 6 7 8 H8. C4H8 എന്ന് വരും. C4H8. ഇനി അടുത്തത് നോക്ക്, ഹെക്സൈൻ ആണ്. 6 കാർബൺ ആറ്റം വരുമ്പോൾ ഹെക്സൈൻ ആണ് വരുന്നത്. ഇത് വലയ സംയുക്തമായതിനാൽ സൈക്ലോ ഹെക്സൈൻ എന്ന് വരും. 6 കാർബൺ ആറ്റം ഹെക്സ് ആണ്. ഇവിടെ എല്ലാം സിംഗിൾ ബോൺസ് ആണ്, വേറെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ദ്വയബന്ധനോ ത്രിബന്ധനമോ ഒന്നുമില്ല, എല്ലാം ഏകബന്ധനമാണ്. അതുകൊണ്ട് സൈക്ലോ ഹെക്സൈൻ എന്ന് വരും. അപ്പോൾ C6 ഹൈഡ്രജൻ ആറ്റം H12 എന്ന് വരും. C6H12. മനസ്സിലായോ? സൈക്ലോ ഹെക്സൈൻ്റെ തന്മാത്ര സൂത്രം C6H12. സൈക്ലോപെൻറ്റീൻ ഡബിൾ ബോണ്ട് വരുന്നതുകൊണ്ടാണ് പെൻറ്റീന്. അതിൻ്റെ തന്മാത്ര സൂത്രം മോളിക്കുലാർ ഫോമുല C5H8 എന്ന് വരും. ഇനി സൈക്ലോബ്യൂട്ടൈൻ്റെ മോളിക്കുലാർ ഫോമുല അല്ലെങ്കിൽ തന്മാത്ര സൂത്രം എന്താണ്? C4H6 എന്നാണ് വരുന്നത്. ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടായതാണ് ഇത് സൈക്ലോബ്യൂട്ടീൻ ആയത്. ഇനി സൈക്ലോബ്യൂട്ടൈൻ ആണ്. ഇത് കാർബണാറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനമാണ്, സിംഗിൾ ബോണ്ടാണ്. ഇതും സൈക്ലോപ്രൊപ്പൈൻ ആണ്, 3 കാർബണാറ്റമാണ്, അതുകൊണ്ട് സൈക്ലോപ്രൊപ്പൈൻ ആണ് ഇതിൻ്റെ പേര്. അതിൻ്റെ മോളിക്കുലാർ ഫോമുല തന്മാത്ര സൂത്രം C3H6. അപ്പോൾ എങ്ങനെയാണ് അലിസൈക്ലിക് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്തത്? അലിസൈക്ലിക് കോമ്പൗണ്ട്സിനെ നമ്മൾ നെയിം ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഹൈഡ്രോ കാർബണിന് IUPAC നെയിം ഇടുന്ന പോലെ നെയിം ഇട്ടു. കാർബണാറ്റത്തിൻ്റെ എണ്ണം വെച്ച് വേർഡ് റൂട്ട് പ്ലസ് നമ്മളുടെ ഏത് ആൽക്കൈനാണോ ആൽക്കൈൻ ആണെങ്കിൽ അതിൻ്റെ അവസാനത്തെ ഐൻ ഉപയോഗിച്ചാണ് അവസാനം നമ്മൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ആയിട്ട് ഏത് സ്ട്രക്ചർ നോക്കി നമ്മൾ അത് ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ ഇത് വലയ സംയുക്തമായതുകൊണ്ട് പേരിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ സൈക്ലോ എന്ന് ചേർക്കും. എന്താ ചേർക്കും? സൈക്ലോ. അപ്പോൾ ഹൈഡ്രോ കാർബണിൻ്റെ IUPAC നാമത്തിൻ്റെ മുൻപ്രത്യയമായി സൈക്ലോ എന്ന പദം ചേർത്തെഴുതിയാണ് നമ്മൾ അലിസൈക്ലിക്കിന് നെയിം ഇടുന്നത്. അലിസൈക്ലിക് കോമ്പൗണ്ട്സിന് നെയിമിങ് ചെയ്തത്. ഇനി നമുക്ക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് നോക്കാം. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൽ നമുക്ക് 2 ആൾക്കാരെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്, ബെൻസീനും നാഫ്തലീനും. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് തനതായ ഗന്ധമുള്ള യൂണിക് അരോമയുള്ള വലയ സംയുക്തങ്ങളാണ്. സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ സൈക്ലിക് കോമ്പൗണ്ട്സ് ഹാവിങ് എ യൂണീക്ക് അരോമ. തനതായ ഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ബെൻസീൻ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട്, ഈ ആരോമാറ്റിക് കോമ്പൗണ്ട്, ഈ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ഈ ആരോമാറ്റിക് സംയുക്തം ഇൻഡസ്ട്രിയൽ സിഗ്നിഫിക്കൻസ് ഉള്ള, വ്യവസായ രീതിയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയലി വലിയ പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, ആരോമാറ്റിക് കോമ്പൗണ്ടാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്മാത്ര സൂത്രം എങ്ങനെ വരും? C6H6. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുക എങ്ങനെയാണ്? 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ എന്ത് വരുന്നുണ്ട്? ഡബിൾ ബോണ്ട് ദ്വയബന്ധനം വരുന്നുണ്ട്. അത് 1 ഇടവിട്ടാണ് വരുന്നത്. ഈ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടാണ്. അടുത്തത് വരുമ്പോൾ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട്. ഇനി അടുത്ത 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട്. ഇനി അടുത്ത കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം. അടുത്ത കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വയബന്ധനം. ഇനി അടുത്ത കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ഏകബന്ധനം. അങ്ങനെ 1 ഇടവിട്ടാണ് എന്ത് വരുന്നത്? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ദ്വയബന്ധനം, ഏകബന്ധനം, ദ്വയബന്ധനം, ഏകബന്ധനം, ദ്വയബന്ധനം, ഏകബന്ധനം. പിന്നെ ഈ കാർബണെല്ലാം ഓരോ ഹൈഡ്രജനും അറ്റാച്ച് ചെയ്യണം. വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഓരോ ഹൈഡ്രജൻ വെച്ച് അറ്റാച്ച് ചെയ്യുന്നു. എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻ വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് ബെൻസീൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എങ്ങനെയാണ് 6 കാർബൺ ഇങ്ങനെ എഴുതുക?
ഒന്നട ഇടവിട്ട് ദ്വയബന്ധനം ഏകബന്ധനം ദ്വയബന്ധനം ഏകബന്ധനം ദ്വയബന്ധനം ഏകബന്ധനം എന്ന് വരയ്ക്കുക. എന്നിട്ട് കാർബണെല്ലാം ഓരോ ഹൈഡ്രജനും കൂടെ ചേർത്ത് പൂർത്തീകരിക്കുക. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ബെൻസീൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോർമുല C6H6 ആണ്. വ്യാവസായികമായി ഇൻഡസ്ട്രിയലി സിഗ്നിഫിക്കൻസ് ഉള്ള പ്രാധാന്യമുള്ള ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ് ബെൻസീൻ. ഇനി അടുത്ത ഒരു ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആരോമാറ്റിക് സംയുക്തമാണ് നാഫ്തലീൻ എന്ന് പറയുന്നത്. നാഫ്തലീന് പ്രത്യേക ഗന്ധമുള്ളതാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ, നല്ലൊരു മണമുള്ള ആളാണ് ഈ നാഫ്തലീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളുത്ത ക്രിസ്റ്റൽ ആകൃതിയിലാണ് നാഫ്തലീൻ കാണപ്പെടുന്നത്. വൈറ്റ് ക്രിസ്റ്റലൈൻ ഫോമിലാണ് നാഫ്തലീൻ കാണപ്പെടുന്നത്. 2 ബെൻസീൻ റിങ്ങുകൾ ചേർന്നാണ് ഈ നാഫ്തലീൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഘടനയിൽ 2 ബെൻസീൻ വലയങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നതാണ് നാഫ്തലീൻ്റെ ഘടന എന്ന് പറയുന്നത്. 2 ബെൻസീൻ്റെ സ്ട്രക്ചറുകൾ, 2 ബെൻസീൻ വലയങ്ങൾ ചേർന്നാണ് നാഫ്തലീൻ്റെ സ്ട്രക്ചർ. ഇത് മോത്തുബോൾ എന്ന് വെച്ചാൽ പാറ്റ ഗുളികയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നാഫ്തലീനാണ്. പാറ്റ മണം അല്ലേ പാറ്റ ഗുളികൾക്ക്, അപ്പോൾ നാഫ്തലീനാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ബെൻസീൻ റിങ് ചേർന്നാണ് നാഫ്തലീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പാറ്റ ഗുളികയിൽ കാണപ്പെടുന്നതാണ് നാഫ്തലീന്. നല്ല മണമുണ്ട്, പ്രത്യേക ഗന്ധമുണ്ട്, വെളുത്ത ക്രിസ്റ്റലൈൻ ആകൃതിയിലാണ് കാണപ്പെടുന്നത്, വൈറ്റ് ക്രിസ്റ്റലൈൻ ഫോമിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട്. അതിൽ നിന്ന് തന്നെ അടുത്ത സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ദ്വയബന്ധനം, സിംഗിൾ ബോണ്ട് ഏകബന്ധനം. പിന്നെ എല്ലാ കാർബൺ ആറ്റത്തിലും ഓരോ ഹൈഡ്രജൻ വെച്ച്. ഇതാണ് നാഫ്തലീൻ്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്മാത്ര സൂത്രം എത്രയാണ്? C എത്രണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 കാർബണും ഹൈഡ്രജൻ എത്ര ഉണ്ട് ചുറ്റിനും? എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻ വെച്ച 1 2 3 4 5 6 7 8 കാർബണുമാണ് ഉള്ളത്. അപ്പോൾ 10 കാർബണും 8 ഹൈഡ്രജനുമാണ് ഉള്ളത്. നാഫ്തലീൻ്റെ തന്മാത്ര സൂത്രം എന്ന് പറയുന്നത് എന്താണ്? മോളിക്കുലർ ഫോർമുല C10H8. എങ്ങനെയാണ് വരുന്നത്? 2 ബെൻസീൻ റിങ് ഫ്യൂസ് ചെയ്ത് ചേർന്നാണ് ഉണ്ടാകുന്നത്. ബെൻസീൻ റിങ് നമ്മുടെ ആദ്യത്തെ വരയ്ക്കുക. അതിനുശേഷം സൈഡിൽ നിന്ന് അടുത്ത ബെൻസീൻ റിങ്ങിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. അതിൽ 2 ഡബിൾ ബോൺസേ വരുന്നുള്ളൂ, 2 ദ്വയബന്ധനെ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ വരുന്നുള്ളൂ. പിന്നെ കാർബൺ ആറ്റങ്ങൾക്കെല്ലാം ഓരോ ഹൈഡ്രജനെ വെച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, സ്ട്രക്ചർ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാറ്റിനേഷൻ ആണ് പഠിക്കുന്നത്. കാറ്റിനേഷൻ ഈസ് ദി എബിലിറ്റി ഓഫ് ദി ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ടു കമ്പൈൻ എമംഗ് ദംസെൽഫ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവിനെയാണ് കാറ്റിനേഷൻ. ഇപ്പോൾ കാർബൺ നോക്ക്, കാർബണ് തമ്മിൽ 2 കാർബൺ ആറ്റങ്ങൾക്ക് തമ്മിൽ സംയോജിക്കാൻ കഴിവുണ്ട് അല്ലേ? അതിനെയാണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ദി ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ടു കമ്പൈൻ എമംഗ് ദംസെൽഫ്. കാർബൺ ആണ് ഹൈ കാറ്റിനേഷൻ ഉള്ളത്. കാർബൺ ഹാസ് എ ഹൈ എബിലിറ്റി ഫോർ കാറ്റിനേഷൻ. കാർബണിനാണ് കാറ്റിനേഷനുള്ള കഴിവ് കൂടുതലായിട്ട് കാർബണിനാണ് ഉള്ളത് കാണപ്പെടുന്നത്. ദിസ് എബിലിറ്റി ഓഫ് കാർബൺ ഇസ് വൺ ഓഫ് ദി റീസൺ ഫോർ ദി ലാർജ് നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ നേച്ചർ. ഈ ഒരു കാർബണിൻ്റെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാരണമാണ്, കാർബണിൻ്റെ ഈ കഴിവ് കാരണമാണ് പ്രകൃതിയിൽ ഇത്രയധികം കാർബൺ സംയുക്തങ്ങൾ, നേച്ചറിൽ ഇത്രയധികം കാർബൺ കോമ്പൗണ്ട്സ് കാണപ്പെടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാർബണുമായിട്ട് തന്നെ പരസ്പരം സംയോജിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇത്രയും കാർബൺ കോമ്പൗണ്ട്സ് നേച്ചറിൽ പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, The structural formula of a hydrocarbon is given below. CH2 double bond CH single bond CH2 single bond CH3. ഒരു ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഘടനാവാക്യം തന്നിട്ടുണ്ട്. റൈറ്റ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിൻ്റെ തന്മാത്ര സൂത്രം എഴുതുക. അതേപോലെ തന്നെ ഇതേ തന്മാത്ര സൂത്രമുള്ള ഒരു വലയ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മോളിക്കുലർ ഫോർമുല തന്മാത്ര സൂത്രം എന്താണ്? C4 H 2 3 4 5 6 7 8 H8. C4
H8 ആണ് ഇതിൻ്റെ തന്മാത്ര സൂത്രം, മോളിക്കുലർ ഫോമിൽ വരുന്നത്. ഇനി ഇതിൻ്റെ വലയ സംയുക്തം എങ്ങനെ വരയ്ക്കാം? വലയ സംയുക്തം എന്ന് പറഞ്ഞാൽ റിംഗ് ഫോമിൽ ഇത് ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ആദ്യ കാർബണുകൾക്കിടയിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്, ദ്വയബന്ധനമുണ്ട് അല്ലേ? ഇനി ഇത് താഴോട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ കാർബൺ മൂന്നാമത്തെ കാർബണായിട്ട് സിംഗിൾ ബോണ്ടാണുള്ളത്. അടുത്ത കാർബൺ ആറ്റവുമായിട്ട് സിംഗിൾ ബോണ്ടാണ്. അപ്പം ഇങ്ങനെയാണ് വലയ സംയുക്തം വരുന്നത്. ഇനി ചുറ്റുമുള്ള ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. H അപ്പോൾ ഇതിൻ്റെ വലയ സംയുക്തം ഇങ്ങനെയാണ് വരുന്നത്. C ഡബിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് ഏകബന്ധനം C, ഏകബന്ധനം സിംഗിൾ ബോണ്ട് C, ഏകബന്ധനം C. എന്ത് ചെയ്യുക? ഇതിനെ 1 മുതൽ 4 വരെയുള്ള കാർബണിനെ ഒരു സൈക്ലിക് ഫോമിൽ അങ്ങ് എഴുതുക. എന്നിട്ട് അതിന് ചുറ്റും വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ കാർബണ് 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ 3 ഓൾറെഡി സാറ്റിസ്ഫൈ ആയി, അടുത്ത വാലൻസിയിൽ ഹൈഡ്രജൻ ഇട്ട് പോകുക. ഈ കാർബണും 3 ഓൾറെഡി സാറ്റിസ്ഫൈ ആയി, ഇനി 1 കൂടെ മതി. ഈ കാർബണ് 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഇനി 2 കൂടെ വരും. ഈ കാർബണും 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ, അതിൽ ഇനിയും 2 കൂടെ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വലയ സംയുക്തം, സൈക്ലിക് കോമ്പൗണ്ട് ഇതിൻ്റെ നമുക്ക് എഴുതാൻ സാധിച്ചത്. The structural formula of a hydrocarbon is given below. CH2 double bond CH single bond CH2 single bond CH3. ഒരു ഹൈഡ്രോകാർബണിൻ്റെ ഘടനാവാക്യം തന്നിട്ടുണ്ട്. അതിൻ്റെ മോളിക്കുലർ ഫോമുല തന്മാത്ര സൂത്രം എഴുതുക. ഇതേ തന്മാത്ര സൂത്രം C4H8 വരുന്നത്. ഇവിടെ 4 കാർബണും H8 ആണ് വരുന്നത്. 8 ഹൈഡ്രജനുമാണ് ഈ ഘടനാവാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് അതിൻ്റെ മോളിക്കുലർ ഫോമുല തന്മാത്ര സൂത്രം. ഈ C4H8 വരുന്ന 4 കാർബണും 8 ഹൈഡ്രജനും വരുന്ന ഒരു വലയ സംയുക്തം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാർബൺ 4 വരയ്ക്കുക. വലയ സംയുക്തം ആകുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ C സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് ഏകബന്ധനം C ഏകബന്ധനം C ഏകബന്ധനം C ഇങ്ങനെ വരയ്ക്കുക. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വലയം പോലെ വരയ്ക്കുക. എന്നിട്ട് ബാക്കി എത്ര വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നു അതെല്ലാം ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുക. ഓരോ കാർബൺ ആറ്റവും 2 വാലൻസി വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാർബണിലും 2 ഹൈഡ്രജൻ വെച്ച് വരും. H H H H. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഹൈഡ്രജൻ്റെ എണ്ണം 8 ആണ്, കാർബണിൻ്റെ എണ്ണം 4. അപ്പോൾ C4H8 എന്ന തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോമുലയിലുള്ള വലയ സംയുക്തം ഇങ്ങനെ വരും. സൈക്ലിക് കോമ്പൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. And the structures of 2 organic compounds are given below. Compare this. കോമ്പൗണ്ട് എയും കോമ്പൗണ്ട് ബിയും നോക്കുക. നമ്മൾ കോമ്പൗണ്ട് എ പഠിച്ചായിരുന്നു. ഡബിൾ ബോണ്ട് 1 ഇടവിട്ട് വരുവാണെങ്കിൽ, ദ്വയബന്ധനം 1 ഇടവിട്ട് വന്ന് ഈ സ്ട്രക്ചർ എന്തായിരുന്നു? ബെൻസീനാണ്. അപ്പോൾ ബെൻസീൻ എന്താണ്? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്, ആരോമാറ്റിക് സംയുക്തമാണ് ഇത് കോമ്പൗണ്ട് എ. കോമ്പൗണ്ട് ബി എന്താണ്? ഇത് നമ്മളെവിടെ കണ്ട? അലിസൈക്ലിക് ഹൈഡ്രോകാർബൺ ആണ്. ഇതെന്താണ്? അലിസൈക്ലിക് സംയുക്തമാണ്. ഇനി ബെൻസീൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ് ബെൻസീൻ എന്ന് പറയുന്നത്. അതിന് പ്രത്യേക ഗന്ധമൊക്കെ ഉണ്ട്. അതാണ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആയ ഈ ബെൻസീൻ. ഇത് ഹെക്സീൻ, 6 കാർബണും ചുറ്റും 12 ഹൈഡ്രജനുമുള്ള സൈക്ലോ ഹെക്സീനാണ് ഇത്. അലിസൈക്ലിക് ഹൈഡ്രോകാർബൺ എക്സാമ്പിളാണ് ഇത്. അപ്പോൾ യു ഹാവ് സീൻ ദാറ്റ് ദി നമ്പർ ഓഫ് ഹൈഡ്രോകാർബൺ
യു ഹാവ് സീൻ ദാറ്റ് ദി നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഈസ് വെരി ഹൈ. ഇസ് ദി റീസൺ ഫോർ ദിസ്. കാർബൺ സംയുക്തങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് മനസ്സിലായല്ലോ. ഇതിനുള്ള കാരണങ്ങൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഒന്നാമത്തായിട്ട് നമ്മൾ മുകളിൽ പഠിച്ചത് കാർബൺ ആറ്റത്തിന് കാറ്റിനേഷനുള്ള കഴിവ് കൂടുതലാണ്. കാർബണ് മറ്റൊരു കാർബണായിട്ട് തന്നെ പരസ്പരം സംയോജിക്കാനുള്ള കമ്പൈൻ ചെയ്യാനുള്ള കഴിവുണ്ടായതുകൊണ്ട് അവർ കൂടുതൽ കാർബൺ ആറ്റങ്ങൾസ് ഫോം ചെയ്യാൻ ഇവയെ കൊണ്ട് സാധിക്കും. അപ്പോൾ കാർബണിന് കാറ്റിനേഷൻ കഴിവ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ കാർബണിൻ്റെ ഈ കഴിവ് മൂലമാണ് പ്രകൃതിയിൽ ഇത്രയധികം കാർബൺ സംയുക്തങ്ങൾ കാണപ്പെടുന്നതിനുള്ള ഒരു റീസൺ. അതുപോലെ തന്നെ കാർബൺ ആറ്റങ്ങൾക്ക് ചുറ്റും 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യും. 4 സംയോജകതയാണ് ഒരു കാർബൺ ആറ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർബൺ ചേർന്ന് ഏകബന്ധനം സിംഗിൾ ബോൺസിലുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കാം. ഡബിൾ ബോണ്ട് ദ്വയബന്ധനം ചേർന്നുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കാം. കാർബൺ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം ചേർന്നുള്ള ഹൈഡ്രോ കാർബൺസുകളെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കാർബൺ സംയുക്തങ്ങളുടെ എണ്ണം വളരെ കൂടുതലായി പ്രകൃതിയിൽ കാണപ്പെടുന്നത്. 1 കാറ്റിനേഷൻ പ്രോപ്പർട്ടി, 2 അതിൻ്റെ വാലൻസി സംയോജകത, 3 ഹൈഡ്രോ കാർബൺസായി ഫോം ചെയ്യാനുള്ള അതിൻ്റെ കഴിവ്. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈനായിട്ട്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രമായിട്ട് ഉള്ള കോമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.